ടെഹ്റാനിൽ നടത്തിയ കനത്ത ആക്രമണത്തിന് തിരിച്ചടിയായി ടെല്ലവീവിൽ മിസൈൽ വർഷിച്ച ഇറാൻ വ്യോമ പ്രതിരോധം പ്രവർത്തനക്ഷമമാക്കിയെങ്കിലും സാരമായ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. 10ലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മറ്റൊരാൾക്ക് സാരമായി പരിക്കേറ്റു. ശേഷിക്കുന്ന 4 പേർക്ക് നിസാര പരിക്കുകളാണുള്ളത്. സ്ഫോടനത്തിൽ ടെല്ലവീവിലെ റോഡുകളിൽ ഒന്നിൽ വലിയ ഗർത്തം പ്രത്യക്ഷപ്പെട്ടതിന്റെ ചിത്രങ്ങൾ ഇസ്രയേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതേസമയം ഇതാദ്യമായി മിസൈൽ ശേഖരം പ്രദർശിപ്പിച്ച ഇറാന്റെ ശക്തി പ്രകടനം. രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകൾക്ക് നടുവിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന റവല്യൂഷണറി ഗാർഡ് തലവന്മാരുടെ ചിത്രങ്ങളും സെജ് അൽ ഫത്ത തുടങ്ങിയ മിസൈലുകളും ഇറാൻ പ്രദർശിപ്പിച്ചവയിലുണ്ട്. തീവ്രമായ യുദ്ധമാണെങ്കിൽ പോലും 6 മാസം യുദ്ധം ചെയ്യാനുള്ള എല്ലാ തരത്തിലുമുള്ള ശേഷി ഇറാനുണ്ടെന്ന് സൈന്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ശക്തി പ്രകടനം. ഈ യുദ്ധത്തിന് ഇറാൻ കരുതി തന്നെയാണെന്നും ദീർഘദൂര മിസൈലുകളും അത്യാധുനിക മിസൈലുകളും വരും ദിവസങ്ങളിൽ പ്രയോഗിക്കുമെന്നും റവല്യൂഷണറി ഗാർഡ് വെളിപ്പെടുത്തിയിരുന്നു. പൊറുക്കാനാവാത്ത തെറ്റാണ് ട്രംപും അമേരിക്കയും ചെയ്തതെന്നും അതിന്റെ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും സ്വയം പ്രതിരോധിക്കാനാണ് US സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി പറഞ്ഞു. എന്നാൽ ഇറാന്റെ ശക്തി ക്ഷയിച്ചുവെന്നും ഇറാന്റെ വ്യോമമേഖല മുഴുവൻ ഇസ്രയേലിന്റെയും USന്റെയും കീഴിലാണെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ അവകാശവാദം. ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രയേലിലേക്കും ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ ശക്തി കുറഞ്ഞുവെന്നും മിസൈൽ ലോഞ്ചറുകൾ വ്യാപകമായി തകർത്തുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. അതിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ആരെ തിരഞ്ഞെടുത്താലും അതിനധികം ആയുസ്സുണ്ടാവില്ലെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇറാനിലെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെയും എണ്ണ സംഭരണ ടാങ്കുകളെയും ലക്ഷ്യമിട്ട് USും ഇസ്രയേലും വ്യോമാക്രമണം തുടങ്ങിയതോടെ ടെഹ്റാൻ അടക്കം നഗരങ്ങളെ പൊതിഞ്ഞ് കട്ടിയേറിയ കറുത്ത പുക. മിസൈൽ ആക്രമണങ്ങൾ മൂലമുള്ള സ്ഫോടനങ്ങൾക്കിടയിൽ കത്തിയമരുന്ന എണ്ണ സംഭരണ ടാങ്കുകളിൽ നിന്ന് ഉയർന്ന പുകയിലെ രാസവസ്തുക്കളും ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നു. അതിനിടെ ഇറാനിൽ വിഷമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റെഡ് ക്രസന്റ് സംഘടന മുന്നറിയിപ്പ് നൽകി. കട്ടിയേറിയ കറുത്ത പുകയുടെ സാന്നിധ്യം കാരണം മഴവെള്ളം വിഷമഴയാകാമെന്നും മഴ പെയ്താൽ ജനങ്ങൾ കഴിയുന്നതും പുറത്തിറങ്ങരുതെന്നും റെഡ് ക്രസന്റ് അറിയിച്ചു. ത്വക്കിൽ പൊള്ളൽ മുതൽ ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് വരെ ഇത് കാരണമാകാം. കഴിഞ്ഞ ദിവസം രാവിലെ ടെഹ്റാനിൽ പെയ്ത മഴയ്ക്ക് കറുത്ത നിറമായിരുന്നുവെന്നും എണ്ണപ്പാടം പോലെ മാലിന്യങ്ങൾ കലർന്നിരുന്നുവെന്നും പ്രചരിക്കുന്നുണ്ട്. ജനങ്ങൾ ജനാലകൾ തുറക്കരുതെന്നും മാസ്ക് ധരിക്കണമെന്നും വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് ട്രംപ് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി അലി ലാരിജാനി മുന്നറിയിപ്പ് നൽകി. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ US എംബസിയുടെ കവാടത്തിന് സമീപം സ്ഫോടനവും ഉണ്ടായി. പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ 1-നായിരുന്നു സംഭവം. ആളപായമില്ല. എംബസി പരിസരത്ത് നേരിയ നാശനഷ്ടമുണ്ട്. സ്ഫോടക വസ്തുവാണ് പൊട്ടിച്ചെതറിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളുമായി സ്ഫോടനത്തിന് ബന്ധമുണ്ടെന്ന് കരുതുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെ രൂക്ഷമായി വിമർശിച്ച് ട്രംപ് രംഗത്തുമെത്തി. ഇറാൻ യുദ്ധത്തിനിടെ മതിയായ ബ്രിട്ടീഷ് പിന്തുണ ലഭിച്ചില്ല എന്ന കാര്യം താൻ മറക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു. UKയുടെ വിമാനവാഹിനിയുടെ സഹായം USന് വേണ്ട. ഇപ്പോൾ ബ്രിട്ടൻ സൈനിക പിന്തുണയുമായി എത്തിയെങ്കിലും വളരെ വൈകിപ്പോയെന്നും തീരെ ചെറുതുമാണ്. ഒരിക്കൽ USന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു ബ്രിട്ടനെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് മേഖലയിലെ ബ്രിട്ടീഷ് ബേസുകൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു സ്റ്റാമർ ആദ്യമെടുത്ത നിലപാട്. എന്നാൽ സൈപ്രസിലെ ബ്രിട്ടീഷ് എയർബേസിന് നേരെ ഡ്രോണാക്രമണം ഉണ്ടായതിനു പിന്നാലെ തീരുമാനം തിരുത്തി. തെക്കൻ ഇറാനിലെ മിനാബിലെ സ്കൂൾ തകർന്ന 153 പെൺകുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനെ കുറ്റപ്പെടുത്തി ട്രംപ് രംഗത്തെത്തി. സ്ഫോടനം നടത്തിയത് ഇറാനാണെന്നാണ് ട്രംപിന്റെ വാദം. സ്കൂളിൽ 2 തവണ സ്ഫോടനമുണ്ടായെന്നും US ആണ് പിന്നിലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. ആയുധ പ്രയോഗത്തിന്റെ കാര്യത്തിൽ ഇറാൻ തീരെ കൃത്യതയില്ലാത്തവരാണെന്നും ട്രംപ് പറഞ്ഞു. ഹോർമോസ്ഗൻ പ്രവിശ്യയിൽ ഒമാൻ ഉൾക്കടലിന് സമീപമാണ് സ്കൂളിന്റെ ആസ്ഥാനം. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കേന്ദ്രം സ്കൂളിനടുത്തുണ്ട്. ഈ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് US നടത്തിയ ആക്രമണമാകാം സ്കൂളിനെയും തകർത്തതെന്നാണ് കരുതുന്നത്. ആക്രമണ സ്ഥലങ്ങളുടെയോ നിരോധിത മേഖലകളുടെയോ വിമാനത്താവളത്തിനുള്ളിലെയോ ദൃശ്യങ്ങൾ പകർത്താനോ അവ സോഷ്യൽ മീഡിയയിൽ പങ്കിടാനോ പാടില്ലെന്ന് എംബസി അറിയിച്ചു. UAE അധികൃതരുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് എംബസിയുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.